സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 51 സങ്കീർത്തനം 12 തിരുവചനം. ഹൃദയ തകർച്ചയോടെ സങ്കീർത്തകനായ ദാവീദ് തനിക്ക് നഷ്ടപ്പെട്ടു പോയ ആനന്ദം വീണ്ടും നൽകണമേ എന്ന് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയാണ്. രക്ഷയുടെ ആനന്ദം എനിക്ക് വീണ്ടും നൽകണമേ. കർത്താവേ, എനിക്ക് നഷ്ടപ്പെട്ടു പോയ രക്ഷയുടെ ആനന്ദം എനിക്ക് വീണ്ടും നൽകണമേ. വളരെ മനോഹരമായ പ്രാർത്ഥനയാണ്. ഈ വിശ്വാസയാത്രയിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൈമോശം വന്നുപോയ ദൈവിക പുണ്യങ്ങളും കർത്താവ് നൽകിയ ഒരുപാട് നന്മകൾ നമ്മെ ചോർത്തിക്കളഞ്ഞു. കർത്താവ് നൽകിയ ആനന്ദം, സമാധാനം, സ്നേഹം, വിശ്വസ്തത, വിശുദ്ധി, വിശ്വാസം, പരസ്പരമുള്ള സഹവർത്തിത്വം, ഇതെല്ലാം നമ്മുടെ ജീവിതങ്ങളിൽ തണുത്തുറഞ്ഞു പോയ അനേകം അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. നമുക്ക് കർത്താവിനോട് പറയാം, വീണ്ടും നൽകണമേ. നഷ്ടപ്പെട്ടു പോയ ദൈവിക നന്മകൾ, നഷ്ടപ്പെട്ടു പോയ ആത്മീയ പുണ്യങ്ങൾ കർത്താവേ വീണ്ടും എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുക. നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങളും ഹൃദയത്തിന്റെ നൊമ്പരങ്ങളെല്ലാം നമ്മുടെ മധ്യയുള്ള ജീവിക്കുന്ന കർത്താവിന്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മെ ഏറ്റെടുക്കുവാനാണ് നമ്മുടെ മധ്യയെ കർത്താവ് വന്നിരിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങളെക്കാൾ എത്രയോ വലിയവനാണ് നമ്മുടെ കർത്താവ്. നമ്മളെ കുഴപ്പിക്കുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന, പ്രയാസപ്പെടുത്തുന്ന നമ്മുടെ പ്രതിസന്ധികൾ എന്തുമാവട്ടെ കർത്താവിന്റെ കരങ്ങളിൽ എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്ത് നമ്മെക്കുറിച്ച് വിചാരമുള്ള, നമ്മുടെ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുവായ ജീവിക്കുന്ന കർത്താവിന്റെ ജീവനുള്ള സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഒരു നിമിഷം വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, നഷ്ടപ്പെട്ടു പോയ ദൈവീക പുണ്യങ്ങൾ, ആത്മീയ നന്മകൾ ഞങ്ങൾക്ക് വീണ്ടും നൽകണമേ. കർത്താവേ, അവിടുത്തെ ആത്മാവിനെ വർഷിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. ഞങ്ങളേവരെയും ഉണർത്തണമേ. കർത്താവിന്റെ സ്നേഹത്തിൽ, കർത്താവിന്റെ വിശ്വസ്തതയിൽ, കർത്താവിന്റെ സ്വസ്ഥതയിൽ, പരിശുദ്ധാത്മാവേ ഞങ്ങളേവരെയും ഉജ്ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരഘോഷത്തോടെ നമുക്ക് ഒന്നു ചേർന്ന് ഹൃദയം തുറന്ന് കർത്താവിനെ പാടി ആരാധിക്കാം. നഷ്ടപ്പെട്ടു പോയ ആനന്ദം, നഷ്ടപ്പെട്ടു പോയ സമാധാനം, നഷ്ടപ്പെട്ടു പോയ കൃപകൾ കർത്താവേ വീണ്ടും ഞങ്ങളിൽ ഉജ്ജ്വലിപ്പിക്കണമേ. നമുക്ക് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച് ആഗ്രഹത്തോടെ കർത്താവിനെ വിളിച്ച് പണ്ടത്തെ പോലെ കാലം ഞങ്ങൾക്ക് തരണം കർത്താവേ. സ്നേഹം, ഐക്യം, സമാധാനം, ആനന്ദം, അഭിഷേകം, നന്മകൾ കർത്താവേ ഞങ്ങളിൽ വീണ്ടും വീണ്ടും ജ്വലിപ്പിക്കണമേ. നമുക്കൊന്ന് ചേർന്ന് കരമടിച്ച് പാടാം. പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാഥാ നീ തന്നിടണേ, തന്നിടും തന്നെ പൂർണ്ണമായി നാഥാ നിൻ സന്നിധിയിൽ. പണ്ടത്തെ ദൈവത്തിന്റെ കാലം ആഗ്രഹത്തോടെ പറഞ്ഞേ പൂർണ്ണമായി
സന്നിധിയിൽ. പെന്തക്കോസ്ത നാളിൽ ശക്തമായി വീശിയ ആത്മാവിൻ കാറ്റയക്കൂ. പണ്ടത്തെ പോലെ ഐക്യവും സ്നേഹവും ഞങ്ങളിൽ വന്നിടുവ. കർത്താവേ കൃപ തരണമേ, കൃപ കൃപ ശക്തമായി വീശി ആത്മാവിൻ കാറ്റയക്കൂ. പണ്ടത്തെ പോലെ ആദ്യ നാളുകളിൽ നോർത്തെ ഐക്യവും സ്നേഹവും ഞങ്ങളിൽ വന്നിടുക. പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാദാ നീ തന്നിടണേ. തന്നിടും എന്നെ പൂർണ്ണമായി ഇന്ന് നാദാ നിൻ സന്നിധിയിൽ. പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാദാ നീ തന്നിടണേ. കർത്താവേ പകരണമേ. ദേശങ്ങളിൽ, സമൂഹങ്ങളിൽ, കൂട്ടായ്മകളിൽ, രാജ്യങ്ങളിൽ പകരുക, പകരുക കർത്താവേ. പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാദാ നീ തന്നിടണേ. തന്നിടും എന്നെ പൂർണ്ണമായി ഇന്ന് നാദാ നിൻ സന്നിധിയിൽ. നാദാ നിൻ സന്നിധിയിൽ. നാദാ നിൻ സന്നിധിയിൽ. കരങ്ങളും ഉയർത്തി ആദ്യ സ്നേഹം, ആദ്യ കൂട്ടായ്മ, ആദ്യ ബന്ധം ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ, ഞങ്ങളിൽ ഉണർത്തണമേ. ആഗ്രഹിച്ചുകൊണ്ട് വിളിച്ച് യേശുവേ, ജീവിക്കുന്ന ദൈവമേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, ദൈവത്തിന്റെ റൂഹായേ, ആഞ്ഞു വീശണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഭ വ്യാപരിക്കട്ടെ. ആയിരങ്ങളിൽ, പതിനായിരങ്ങളിൽ, ലക്ഷങ്ങളിൽ ദൈവശക്തിയുടെ വ്യാപനം ഉണ്ടാവട്ടെ. കർത്താവേ സ്നേഹം ഉണർത്തണമേ, കൃപകൾ ഉണർത്തണമേ, ആത്മീയ നന്മകളെ ഉജ്ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ എല്ലാ ഉള്ളങ്ങളെയും പ്രകാശിപ്പിക്കണമേ. ദൈവവചനത്തിനായി എല്ലാ ഹൃദയങ്ങളെയും തുറക്കണമേ. നഷ്ടപ്പെട്ടു പോയ സ്നേഹം, തണുത്തുറഞ്ഞു പോയ ആനന്ദം കർത്താവേ വീണ്ടും നൽകണമേ. ഞങ്ങളെ റീസ്റ്റോർ ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കുടുംബങ്ങളിലും കൃപ നിറയട്ടെ. ഈ സ്തുതി ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ആയിരങ്ങളെ ദൈവത്തിന്റെ തീയിറങ്ങട്ടെ. Fire of the Holy Spirit. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മശക്തി വ്യാപരിക്കട്ടെ. Power of the Holy Spirit. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. പതിനായിരങ്ങളെ, പതിനായിരങ്ങളെ, പതിനായിരങ്ങളെ ഉണർത്തണമേ, ഉണർത്തണമേ, ഉണർത്തണമേ. താങ്ക് യു, താങ്ക് യു ലോ. നന്ദി കർത്താവേ, മഹത്വം കർത്താവേ, നന്ദി റൂഹായേ, നന്ദി അപ്പാ. ജീസസ്, ജീസസ്, ജീസസ്. പരിശുദ്ധ അമ്മ മാതാവേ, വിശ്വസ്ത പിതാവേ, സകല വിശുദ്ധരെ ആദ്യ സ്നേഹത്തിൽ ഞങ്ങളെല്ലാം ജ്വലിക്കുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കുന്ന കർത്താവിൻ്റെ ജീവനുള്ള വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം. ഇന്നേ ദിവസം ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ആലോചന, ആദ്യ സ്നേഹത്തിൽ വളരുക. ആദ്യ സ്നേഹത്തിൽ വളരുക. ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ഈ സന്ദേശം വളരെ പ്രാധാന്യതയുള്ളതാണ്. കർത്താവിൻ്റെ സ്നേഹത്തിലും കർത്താവിനോടുള്ള ബന്ധത്തിലും അനുദിനം അവിടുത്തോടുള്ള കൂട്ടായ്മയിലുള്ള നമ്മുടെ വളർച്ചയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്.
ഈ വിശ്വാസയാത്രയിൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും തരണം ചെയ്ത് മുന്നേറേണ്ടവരാണ്. ഈ പ്രതിബന്ധങ്ങളെയെല്ലാം അതിജീവിച്ച് നമുക്ക് കൃപയോടെ മുന്നോട്ട് പോകണമെങ്കിൽ ദിനംതോറും ഞാനും നിങ്ങളും ആദ്യ സ്നേഹത്തിൽ വളരുന്ന കർത്താവിന്റെ വിശ്വസ്തരായ ആത്മാക്കളായി മാറണം. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയതാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആത്മീയമായ തകർച്ചയ്ക്കും നാശത്തിനും ധാർമ്മികമായ അധപതനങ്ങൾക്കുമുള്ള അടിസ്ഥാന കാരണം. കർത്താവിനോടുള്ള സ്നേഹത്തിൽ നമുക്ക് എവിടെയൊക്കെയോ ചോർച്ച സംഭവിച്ചു. കർത്താവിനോടുള്ള ബന്ധം എവിടെയൊക്കെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മളത് കൈവെടിഞ്ഞു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ റീസ്റ്റോർ ചെയ്യുവാൻ, ആദ്യ സ്നേഹത്തിൽ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഹൃദയം തുറന്ന് കർത്താവ് നൽകുന്ന നിർമ്മലമായ വചനങ്ങളെ സ്വീകരിക്കുവാനുള്ള വലിയ അഭിനിവേശം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. എബ്രായ പുസ്തകം 3-ാം അധ്യായം 14-ാം തിരുവചനം. എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുന്നെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. എത്ര മനോഹരമായ വചനമാണിത്. ഈ വചനത്തിലൂടെ കർത്താവിന്റെ അരൂപി എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ആദ്യ വിശ്വാസം നമ്മുടെ അവസാന ശ്വാസം വരെ നാം മുറുകെ പിടിക്കുന്നുവെങ്കിൽ, കാത്തു സൂക്ഷിക്കുന്നെങ്കിൽ മാത്രമാണ് ഞാനും നിങ്ങളും ക്രിസ്തുവിൽ അവനോടുകൂടെ നിത്യമായ മഹത്വത്തിൽ പങ്കുകാരാവുകയുള്ളൂ എന്ന് വചനം അടിസ്ഥാനമിട്ട് നമ്മോട് പ്രഖ്യാപിക്കുകയാണ്. ആദ്യ വിശ്വാസം, ആദ്യ സ്നേഹം, നമുക്ക് കർത്താവിനോടുണ്ടായിരുന്ന ആ ഒരു ഫെല്ലോഷിപ്പ്, കമ്മ്യൂണിയൻ, ഇത് അവസാനം വരെ നമ്മൾ മുറുകെ പിടിച്ചെങ്കിൽ മാത്രമാണ് എന്റെ സഹോദരി സഹോദരങ്ങളെ ക്രിസ്തുവിന്റെ മഹത്വത്തിൽ നമുക്ക് പങ്കുപറ്റുവാൻ സാധിക്കുകയുള്ളൂ. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോകരുത്. ജെറമിയ പ്രവചനം 2-ാം അധ്യായം 1-2 വചനങ്ങളിൽ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് തന്റെ ജനത്തോട്. ആദ്യ സ്നേഹം എവിടെ പോയി? നിന്റെ യൗവനത്തിൽ നിനക്ക് എന്നോടുണ്ടായിരുന്ന ഫസ്റ്റ് ലവ്, ഹണിമൂൺ ലവ്, വിട്ടുപിരിയാത്തൊരു ആത്മബന്ധമുണ്ടായിരുന്നില്ലേ? ആ സ്നേഹം ഇന്ന് തണുത്തുറഞ്ഞു പോയോ? ആ സ്നേഹം നീ കൈവെടിഞ്ഞിരിക്കുന്നു. നിന്റെ യൗവനത്തിലെ വിശ്വസ്തതയിൽ കളങ്കം വന്നിരിക്കുന്നു. നീ എങ്ങനെയാണ് ഇപ്രകാരമായി മാറിയത്? കർത്താവിന്റെ വേദനയാണ് ഈ വചനം. ഇന്ന് തന്റെ സഭയെ നോക്കി, തന്റെ കുടുംബങ്ങളെ നോക്കി, തന്റെ സമർപ്പിതരെ നോക്കി, വൈദികരെ നോക്കി, തന്റെ ആത്മായ പ്രേക്ഷിതരെ നോക്കി കർത്താവിന് പറയാനുള്ളത് ഈ ഒരു വചനമാണ്. നിനക്ക് ആദ്യമുണ്ടായ സ്നേഹം നീ എന്തുകൊണ്ട് നഷ്ടപ്പെടുത്തി? നിന്റെ വിശ്വസ്തത, നിന്റെ കമ്മിറ്റ്മെന്റ്, നിനക്ക് എന്നോടുണ്ടായിരുന്ന ഫെലോഷിപ്പ്, നിന്റെ ജീവിത വിശുദ്ധി എവിടെയൊക്കെയോ മങ്ങിപ്പോയി, ചോർന്നുപോയി. അത് കളങ്കമായി മാറിയിരിക്കുന്നു. എന്റെ സഹോദരി സഹോദരങ്ങളെ, നാം തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ എന്തൊക്കെ ഈ ലോകത്തിൽ സമ്പാദിച്ചാലും നേടിയാലും കർത്താവിനോടുള്ള സ്നേഹത്തിൽ ദിനം തോറും നമ്മൾ വളരുന്നില്ലെങ്കിൽ നമ്മൾ നേടിയതെല്ലാം പിന്നീട് വലിയ കെണികളായി നമുക്ക് തന്നെ നാശമായി തീരുമെന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് നൽകുന്ന വലിയൊരു താക്കീതുണ്ട്. ഞാൻ ആ വചനം വായിച്ച് വിറച്ചുപോയി. കഠിനമായ ഭാഷയിലാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊരിന്തോസ് സഭയ്ക്ക് 1-ാമത്തെ ലേഖനം 16-ാം അധ്യായം
22-ാമത്തെ തിരുവചനമാണ്. ആരെങ്കിലും കർത്താവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവർ ശപിക്കപ്പെട്ടവരാകട്ടെ, അവർ ശാപഗ്രസ്തരാണ്. എന്നാ ഒരു വചനമാണ്! പുതിയ നിയമപ്രകാരം ആരാണ് ശാപഗ്രസ്തമായ നിഴലിലായിരിക്കുന്നത്? കർത്താവിനെ സ്നേഹിക്കാത്തവരെ, ആദ്യ സ്നേഹം തണുത്തുറഞ്ഞു പോയവരെ, ആദ്യ വിശ്വാസം നഷ്ടപ്പെടുത്തി കളഞ്ഞവരെ, കർത്താവിനോടുണ്ടായിരുന്ന ഫെലോഷിപ്പ്, കമ്മ്യൂണിയൻ അത് കൈവെടിഞ്ഞവരെ ശാപഗ്രസ്തരാണെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മോട് പ്രഖ്യാപിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ശാപഗ്രസ്തമായ അവസ്ഥയിൽ കഴിയുന്ന ഒരു ആത്മാവിലേക്ക് ദൈവത്തിന്റെ കൃപ ഒഴുകപ്പെടുകയില്ല. ശാപഗ്രസ്തമായിരിക്കുന്ന ഒരു ആത്മാവിലേക്ക് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മ ശക്തിയുടെ പ്രവാഹം ഉണ്ടാവുകയില്ല. എത്ര വേദനാജനകമായ, ദുരന്തപൂർണമായ ഒരു അവസ്ഥയാണ് ഇന്ന് അനേകരുടെ ജീവിതം. തണുത്തുറഞ്ഞ് നമ്മൾ മന്ദതയിലും മരവിപ്പിലും നിസ്സംഗത നിഷ്ക്രിയത്വത്തിലും ആയിരിക്കുന്നുവെങ്കിൽ അതിന്റെ ഒരു പ്രധാന കാരണം സ്വർഗം പറഞ്ഞു തരികയാണ്. കർത്താവിനോടുള്ള സ്നേഹം നമുക്ക് നഷ്ടപ്പെട്ട് കുറഞ്ഞ് ഓരോ ദിനവും അത് മങ്ങി പോകുമ്പോൾ നമ്മൾ ശാപഗ്രസ്തരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കർത്താവിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്? അപ്പോസ്തലൻ യോഹന്നാൻ പറയുന്നുണ്ട്, 1 ജോൺ 5:4 പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൽപ്പനകൾ, വചനങ്ങൾ അനുസരിക്കുകയാണെന്നത്രേ. കർത്താവിനോടുള്ള സ്നേഹം അവിടുത്തോടുള്ള ഒബീഡിയൻസ് ആണ്, അനുസരണമാണ്. എവിടെ സ്നേഹമുണ്ടോ അവിടെ അനുസരണമുണ്ട്. സ്നേഹം കുറയുമ്പോൾ പിന്നെ ബാധ്യതകളായി, സങ്കടങ്ങളായി, പരാതികളായി, പിറുപിറുപ്പുകളായി, കുറ്റപ്പെടുത്തലുകളായി, ന്യായീകരിക്കലായി, പിന്നെ എല്ലാം നമുക്കൊരു ഭാരമാണ്. സ്നേഹം നമ്മളിൽ പ്രസരിക്കുമ്പോൾ, സ്നേഹത്തിന്റെ ചൂട് നമ്മളിൽ വ്യാപരിക്കുമ്പോൾ നമുക്കൊന്നും ഭാരമല്ല, നമുക്കൊന്നും പ്രയാസമല്ല, ബാധ്യതയല്ല, സങ്കടമല്ല, പരിഭവങ്ങളല്ല, പരാതികളല്ല, എന്തെന്നില്ലാത്തൊരു ആനന്ദമാണ്. സ്നേഹത്തിന്റെ ചൂട് നമുക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചകളുടെ അടിസ്ഥാനമെന്ന് നമ്മൾ മറന്നു പോകരുത്. ഈ ആദ്യ വിശ്വാസം, ആദ്യ സ്നേഹം നമ്മളിൽ തണുത്തു പോകുമ്പോൾ, നമ്മൾ ഈ സ്നേഹത്തിൽ വളരുന്നില്ലെങ്കിൽ, ദിനംതോറും നമ്മൾ ഈ സ്നേഹത്തിൽ വളരുന്നില്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന അപകടം എന്താ? ദൈവമക്കളെ, തിരുവെഴുത്ത് പറഞ്ഞു തരുന്നുണ്ട്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ തൻ്റെ ജനത്തോടുള്ള ബന്ധത്തിലാണ്, ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ 16-ാം അധ്യായം 31-ാം വചനത്തിലാണ് മലാകുമാര് കഴിക്കുന്ന ആ വിശിഷ്ടമായ ഭക്ഷണം മന്ന തൻ്റെ ജനത്തിന് കർത്താവ് പൊഴിച്ചു കൊടുക്കുകയാണ്. ഈ മന്ന അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവരതിൻ്റെ മാധുര്യം ആസ്വദിച്ചപ്പോൾ അവർക്ക് വല്ലാത്തൊരു ആനന്ദമായി. അവർ പറഞ്ഞ തേൻ ചേർത്ത ചുട്ട അപ്പത്തിന്റെ രുചി ഭയങ്കര സ്വീറ്റായിരുന്നു, നല്ല മാധുര്യമുള്ളത്. അവരെ എൻജോയ് ചെയ്യാണ്, അവർ സെലിബ്രേറ്റ് ചെയ്യാണ്, അവർ ആനന്ദിക്കുകയാണ്. കർത്താവിന്റെ പ്രവർത്തനത്തെ, കർത്താവിന്റെ സ്നേഹത്തെ, കരുതലിനെ, പരിപാലനയെ അവര് സെലിബ്രേറ്റ് ചെയ്ത് അവരതിൽ എൻജോയ് ചെയ്യുന്നു. ഇത് ആദ്യ സ്നേഹത്തിന് അനുഭവമാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിലും ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവുമായിട്ടുള്ള പേഴ്സണൽ എൻകൗണ്ടർ നമുക്കുണ്ടായ ഫസ്റ്റ് ഗോഡ് എക്സ്പീരിയൻസിന്റെ ആദ്യ ദിനമൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ചൂടേറിയ ഊഷ്മളമായ അനുഭവങ്ങളായിരുന്നു. നമ്മൾ തീ പിടിച്ച ആത്മാക്കളായി ജ്വലിച്ച നാളുകള് നമുക്ക് മറക്കാൻ കഴിയുമോ? എന്റെ സഹോദരങ്ങളെ, ദൈവത്തിന് ജനം പറഞ്ഞു, അത്രയും മാധുര്യമുള്ള തേൻ ചേർത്ത അപ്പത്തിന്റെ രുചി അവരുടെ സ്പിരിച്വൽ ലൈഫ് വലിയൊരു ആനന്ദമായിരുന്നു.
കർത്താവിനോടുള്ളവരുടെ കമ്മ്യൂണിയൻ, കർത്താവിനോട് കൂടെയുള്ളവരുടെ യാത്ര, ഇതെല്ലാം അവർക്ക് സ്വാദേറിയ മാധുര്യമേറിയ ഒരു ലിവിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. നാളുകൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞു, ഓരോ ദിനവും ഇങ്ങനെ പിന്നിട്ട് പോവുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞു. സംഖ്യാപുസ്തകം 11 അധ്യായം 7-8 വചനങ്ങളിലോട്ട് വരണം. അവിടെ ദൈവത്തിന് തിരുവെഴുത്ത് പറയാണ്, അവർ ഈ മന്ന കഴിക്കുമ്പോൾ അവർ പറഞ്ഞു, എണ്ണ ചേർത്ത ചുട്ടപ്പത്തിന്റെ രുചി പോലെ. ആ തേൻ ചേർത്ത അപ്പത്തിന്റെ രുചിയൊക്കെ എവിടെയൊക്കെ മങ്ങിപ്പോയി. ആ പഴയ ആസ്വാദികരം, ആ പഴയ ആനന്ദം, എൻജോയ്മെന്റ്, ഇതൊക്കെ അവർക്ക് എവിടേക്കോ കൈമോശം വരാൻ തുടങ്ങി. അതൊക്കെ നഷ്ടപ്പെട്ട് പോകാൻ തുടങ്ങി. നമ്മുടെ കുടുംബജീവിതത്തിൽ ഇതല്ല. ആദ്യ നാൾ ഹണിമൂൺ ലവ്, നമ്മളെ പോകാൻ കഴിഞ്ഞ ആദ്യ നാളുകളിലൊക്കെ എന്നാ ഒരു ബന്ധവും സ്നേഹവും പങ്കുവെക്കലും, ഇപ്പോഴും ഒരുമിച്ചായിരിക്കണം, എപ്പോഴും കാണാൻ, കണ്ടുമുട്ടാൻ, സംസാരിക്കാനുള്ള തീവ്രമായ അഭിനിവേശമല്ലേ നമുക്ക്. പക്ഷെ മാസങ്ങളും ഏതാനും വർഷങ്ങൾ കഴിയുമ്പോഴേക്കും പലരുടെയും ജീവിതം അടിപിടിയായി, ബഹളമായി, ലഹളയായി, പരസ്പരം കാണുന്നതും കേൾക്കുന്നതും തന്നെ ബാധ്യതയായി, ശല്യമായി, അരിശമായി, ജീവിതം താറുമാറായി പോയ എത്രയോ കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഫസ്റ്റ് ലവ്, ഹണിമൂൺ ലവ് നമുക്ക് നഷ്ടപ്പെട്ടു. ഇത് തന്നെയാണ് കർത്താവിനോടുള്ള റിലേഷനിലും നമ്മുടെ വിശ്വാസത്തോടുള്ള ബന്ധത്തിലും നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സഭയോടുള്ള ബന്ധത്തിൽ, ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ, പരിശുദ്ധ കുർബാനയോടുള്ള ബന്ധത്തിൽ, ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ നാളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എണ്ണ ചേർത്ത് ചുട്ട അപ്പത്തിന്റെ രുചി, ആ പഴയ ഒരു ആനന്ദവും പ്രസരിപ്പും തീഷ്ണതയും ആവേശവും അവരിൽ മങ്ങി പോകാൻ തുടങ്ങി. നമ്മുടെ കൂട്ടായ്മകള്, ഇതൊക്കെ നമ്മുടെ സെൽ ഗ്രൂപ്പുകള്, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ എന്നൊക്കെ എന്താ ഒരു ആനന്ദത്തിന്റെ ഇടമായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ റെസ്റ്റ് ചെയ്യുന്ന, ഹോളി സ്പിരിറ്റിന്റെ റെസ്റ്റിംഗ് പ്ലേസുകളായിരുന്നു നമ്മുടെ സെൽ ഗ്രൂപ്പുകളും പ്രയർ ഗ്രൂപ്പുകളും ഒക്കെ. ഇന്നതൊക്കെ മങ്ങിപ്പോയില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, വീണ്ടും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു. സംഖ്യാപുസ്തകം 21:5 വരണം. ഞാൻ ആ വചനം വായിച്ച് കർത്താവിന് മുമ്പിൽ പലപ്പോഴും കരഞ്ഞിട്ടുണ്ട് വേദനയോടുകൂടി. ഇത് നമ്മുടെ ജീവിതമല്ലേ ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നത്? അവര് മോശയോട് പിറുപിറുക്കുക, അവര് മോശയുടെ നേതൃത്വത്തിനെതിരെ അവര് മറുതലിക്കുകയാണ്. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് മടുത്തു, ഈ മരുഭൂ യാത്ര ഞങ്ങൾക്ക് മടുത്ത്, എത്ര വർഷമായി ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്, കാനാൻ ദേശം ഇപ്പോൾ എത്തുമെന്ന് ചിന്തിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഒരു വേദനയോടുകൂടി പറഞ്ഞു, ഈ മരുഭൂമിയിൽ ഈ വിലക്കെട്ട അപ്പം തിന്ന് ഞങ്ങളെല്ലാം മടുത്തു. വിലക്കെട്ട അപ്പം, ഒരു നാൾ സ്വാദുള്ള തേൻ ചേർത്ത ചുട്ട അപ്പത്തിന്റെ രുചിയും മാധുര്യവും ആനന്ദവും ആവേശവും അനുഭവിച്ചിരുന്ന ദൈവജനത്തിന് എന്തുകൊണ്ട് ഈ ആത്മീയ തകർച്ച സംഭവിച്ചു? എന്റെ സഹോദരി, അതിന്റെ കാരണം എന്താ? അനുദിനം കർത്താവിനോടുള്ള സ്നേഹത്തിൽ വളരുന്നതിൽ അവർ പരാജയിതരായി. അവരുടെ പ്രയോറിറ്റി മാറി. അവർ ഇൻട്രസ്റ്റുകൾ മറ്റു പലതിലുമായി താല്പര്യങ്ങൾ മാറിപ്പോയി. അവർ വ്യതിചലിച്ചു പോയി ലോകമോഹങ്ങളിലേക്ക്, ലോകത്തിന്റെ വസ്തുവകകളിലേക്ക്, ലോകത്തിന്റെ ഇമ്പങ്ങള്, നിറങ്ങള്, വർണ്ണങ്ങള്, ലോകം തരുന്ന സുഖങ്ങളിലേക്കെല്ലാം അവരുടെ ഹൃദയം, കണ്ണും മനസ്സും വ്യതിചലിച്ചു പോയി. അവരുടെ സുപ്രീം പ്രയോറിറ്റി മാറിപ്പോയി. ഇതല്ല ഇന്ന് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് സംഭവിച്ച അപജയമല്ലേ കർത്താവിന്റെ അരൂപി ഈ തിരുവചനങ്ങളിലൂടെ കാണിച്ചു തരുന്നത്? നമ്മൾ അനുതപിക്കണം പ്രിയപ്പെട്ടവർ. ഒരുപാട് നമുക്ക് അനുതപിക്കാനുണ്ട്. ഒരുപാട് തലങ്ങളിൽ നമ്മൾക്ക് പൊട്ടി കരഞ്ഞ് നിലവിളിച്ച് അനുതാപ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാനുണ്ട്. ഞാൻ ആവേശം കൊണ്ട് പറയുന്നതല്ല പ്രിയപ്പെട്ടു. ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ അനുദപിക്കാനില്ലേ? ഇന്ന് നമ്മുടെ ജീവിതം എങ്ങനെയാ? നമ്മുടെ വിശ്വാസ ജീവിതം, നമ്മുടെ വിശുദ്ധ ജീവിതം, നമ്മുടെ സ്നേഹത്തിന്റെ അനുഭവം, പ്രാർത്ഥന അനുഭവം, കർത്താവിനോടുള്ള ബന്ധം
സഭയോടുള്ള ബന്ധം, നിത്യജീവനോടുള്ള നമ്മുടെ പ്രത്യാശ, ഇതല്ലേ എങ്ങനെയാ പ്രിയപ്പെട്ടവർ? ഇതല്ലേ പഴഞ്ചനാശയങ്ങളായി, ആർക്കും ആവശ്യമില്ലാത്ത, ആർക്കും വേണ്ടാത്ത ചില ആശയങ്ങളായി, മുഷിപ്പൻ ആശയങ്ങളായി പലപ്പോഴും ഇതൊക്കെ മാറിയില്ലേ? ഇതിലൊന്നും ഒരു ആകർഷണമില്ല, ഇതിലൊന്നും പുതുമകളില്ല, ഒരു എന്റർടൈൻമെന്റ് ഇല്ല, എൻജോയ്മെന്റ് ഇല്ല. ഇത് മഹാബോറിംഗ് ആണ്, ഇത് മഹാബോറിംഗ് ആണ്. ഇന്ന് ചിന്തിക്കുന്ന ഇതൊക്കെ പറയുന്ന എത്രയോ ആയിരങ്ങള് ഒരു നാൾ അവർ ജ്വലിച്ചവരായിരുന്നു, ഒരു നാൾ അവർ കർത്താവിന്റെ സ്നേഹത്തിൽ തീ പിടിച്ച ആത്മാക്കളായിരുന്നു, ഒരു നാൾ അവർ കർത്താവിനോടുള്ള ബന്ധത്തിൽ നല്ല സാക്ഷ്യമുള്ളവരായിരുന്നു. ഇതൊക്കെയോ ആ വെളിച്ചൊക്കെ കെട്ടുപോയി. നോ ഗ്ലോറി, മഹത്വമില്ലാത്ത ഇഖാബോധുകളായി നമ്മളൊക്കെ അനേകരും മാറ്റപ്പെട്ടില്ല. അതാ നമ്മൾക്ക് അനുദപിക്കാനില്ലേ? ഇല്ലേ സഹോദരങ്ങൾ? നമുക്ക് ഒരുപാട് അനുദപിക്കാനില്ലേ? കർത്താവിന്റെ സടി നിർമ്മലമായി ഒന്ന് ചിന്തിച്ച് ഒരുപാട് അനുദപിക്കാനില്ലേ? നമ്മൾ പരിശോധിക്കണം. കർത്താവ് പറയുകയാണ്, നിന്റെ ആദ്യ വിശ്വാസം, നിന്റെ ആദ്യ സ്നേഹം നീ അവസാനം വരെ മുറുകെ പിടിക്കുന്നെങ്കിൽ മാത്രമാണ് നിനക്ക് എന്നോടുകൂടെ പങ്കുപറ്റുവാൻ സാധിക്കുകയുള്ളൂ. എന്റെ മഹത്വത്തിൽ നിത്യവും എന്നോട് കൂടെ ആയിരിക്കുവാൻ നിനക്ക് സാധിക്കുകയുള്ളൂ. വേറെ ഒരു ഷോർട്ട് കട്ടുമില്ല. നോ എക്സ്ക്യൂസ്, നോ കോംപ്രമൈസ്. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു സ്നേഹബന്ധത്തിലേക്ക് നമ്മൾ വരണം. പിരിയാൻ കഴിയാത്തൊരു ആത്മബന്ധം, എപ്പോഴും കാണാൻ, കേൾക്കാൻ ഈ ഒരു വെമ്പൽ, ഈ ഒരു കൊതി, ഈ ഒരു അഭിനിവേശം നമുക്കുണ്ടാകട്ടെ. എത്രയെത്ര വചനങ്ങൾ നമുക്ക് ഇതിനുള്ള ബന്ധത്തിൽ കാണാൻ പറ്റും. എത്രയോ ജീവിതങ്ങൾ ഇതുപോലെ തകർന്നു പോയി, എത്രയോ കുടുംബങ്ങൾ താറുമാറായി, എത്രയോ സമർപ്പിത സമർപ്പണം കെട്ടുപോയി, എത്രയോ വൈദികര് പൗരോഹിത്യം പലരും ഇട്ടേച്ചു പോയി. എന്താ കാരണം? ആദ്യ സ്നേഹം കൈവിടിഞ്ഞു, ഫസ്റ്റ് ലവ് നഷ്ടപ്പെട്ടു. കർത്താവിന്റെ നിർമ്മലമായ വചനത്തിന് മുൻപിൽ നിന്ന് പരിശോധിക്കുക. കർത്താവേ, ആദ്യ സ്നേഹാനുഭവം എനിക്ക് തരണമേ. ആ സ്നേഹത്തിന്റെ തീ, വിശ്വാസത്തിന്റെ തീ, വിശുദ്ധിയുടെ തീ, സമർപ്പണത്തിന്റെ തീ എന്നിൽ വീണ്ടും കത്തിക്കണമേ. നമ്മൾ പാടുന്നില്ലേ? തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക, തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക. ആത്മീയ നന്മകള്, സ്വർഗീയ കൃപകള്, പരിശുദ്ധാത്മാവിന്റെ ദാനഫല വരങ്ങള്, ഇതെല്ലാം നമ്മളിൽ ജ്വലിക്കും. ആദ്യ സ്നേഹത്തിന്റെ, ആദ്യ വിശ്വാസത്തിന്റെ തീ വീണ്ടും നമ്മളിൽ ജ്വലിക്കുവാൻ, നമ്മൾ റീസ്റ്റോർ ചെയ്യപ്പെടുവാൻ, നമ്മൾ കർത്താവിൽ യഥാസ്ഥാനപ്പെടുവാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ കഴുകുവാൻ നാം കർത്താവിനെ അനുവദിക്കുക. നമ്മൾ വൃത്തിയുള്ളവരാക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ അവൻ്റേത് മാത്രമാണ്. ഫോർ ജീസസ്, ഓൺലി ഫോർ ജീസസ്. അതായിരിക്കട്ടെ നമ്മുടെ ജീവിതം, അതായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹം. മറ്റൊരു താല്പര്യമോ ഇൻട്രസ്റ്റോ നമുക്ക് വേണ്ട. നമ്മുടെ മുഴുവൻ ഇൻട്രസ്റ്റ് കർത്താവാണ്, കർത്താവിന് വേണ്ടിയാണ്. ഈ ഒരു ബോധ്യം നമ്മെ നിരന്തരം നയിക്കട്ടെ. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും ജീവിക്കുന്ന നമ്മുടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ